കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതുപോലെ തന്നെ വീട്ടിലെ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മാത്രമാണ് എല്ലാവർക്കും അറിയാമെങ്കിലും കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥനയ്ക്ക് തിരുമേനി ഇവിടെ വന്നു. പപ്പ ക്ഷണിച്ച് തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാനും പ്രാർത്ഥനയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്താനും തിരുമേനി ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എല്ലാവർക്കും നമസ്കാരം. രേണുവിന്റെ ഈ വയ്യാത്ത സാഹചര്യം മുതലെടുപ്പ് നടത്തുന്നില്ല കൂടെ ഉള്ളവരെന്ന് പറയാൻ നമുക്ക് പറ്റൂ? എനിക്ക് പറ്റത്തില്ല. കാരണം ഇപ്പൊ കൂടെ നിൽക്കുന്ന വലിയ ആൾക്കാരായാലും അത് മുതലെടുപ്പ് നടത്തുന്നു സജി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ വന്നിട്ട് വലിയ നന്മമരം വെള്ളപൂശല് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്ന പലരും ഒരു സമയത്ത് എന്നോട് സംസാരിച്ചിരുന്നത് അടക്കം എനിക്കറിയാം. അതുപോലെ റീൽസ് സന്ദീപ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സന്ദീപിനെതിരെ പരാതി കൊടുത്ത് സന്ദീപ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി സന്ദീപിന്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സന്ദീപിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഷപ്പ് കേസ് കൊടുത്തിട്ടുണ്ട് സന്ദീപിനെതിരെ. ബിഷപ്പിനെ പറ്റിയിട്ട് സന്ദീപ് എന്തൊക്കെയോ പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയ സമയത്ത് സന്ദീപിന്റെ ചാനലിൽ എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. സന്ദീപ് എന്തോ ഒരു ചെറുകഥ പോലെ പല കഥകളും ഇരുന്ന് പറയുന്നുണ്ട്. അത് ചിലർക്ക് ഫീൽ ആകുന്നു, അവർ പറയുന്നു അവരെയാണ് പറയുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർ രംഗത്ത് വരുന്നു. വാവ്, ഐ ഡോണ്ട് നോ. ഓക്കെ, അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹം പല ലൈവുകളിലും പോയിട്ട് ഇക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കമന്റൊക്കെ ഇടുന്നു. കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു. ഈ ബിഷപ്പ് തന്നെയാണ് ഒരു സമയത്ത് രേണു സുധിക്കെതിരെ കട്ടയ്ക്ക് നിന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് രേണുവിന്റെ ആ ഒരു സാഹചര്യം കണ്ടും കൊണ്ട് രേണുവിനോടൊപ്പം നിൽക്കുന്നു. നല്ല കാര്യം, ഓക്കെ, നല്ല കാര്യം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ രേണുവിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും കിച്ചുവിനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സൈബർ അറ്റാക്കിന് കിച്ചുവിനെ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ മൊത്തം ഈ പറയുന്ന ബിഷപ്പിനെ തെറി വിളിച്ചു. അവസാനം മൂഞ്ചി എന്ന് മനസ്സിലായ ബിഷപ്പ് തിരിച്ചടിച്ചു. ഞാൻ അവനെ ഉപദേശിച്ചതാണ്, ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ രേണുവിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ രേണുവിനെ ഇപ്പം മുതലാക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ ബിഷപ്പൊക്കെ ഒരു സമയത്ത് രേണുവിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കി അപരാധങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ടാണ് തെഞ്ഞിട്ടി എന്നെ ശനിയേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും കളിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിലെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം രേണു ആ സമയത്ത് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് രേണു എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് ഡോക്ടർ ഫോൺ യൂസ് ചെയ്യല് അല്ലെങ്കിൽ ഓരോ കോൺട്രവേഴ്സിയിലൊന്നും പോയി തലയിടരുത് എന്നൊക്കെ പറയുമ്പോൾ രേണുവിനെ കൊണ്ട് തന്നെ ഇവരൊക്കെ വീഡിയോ ചെയ്യിപ്പിച്ച് പൊതുസമൂഹത്തിലോട്ട് ഇടിയിപ്പിച്ച് അത് വിഷയമാക്കി ചർച്ചയാക്കി അങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ ബേസിക്കലി മനസ്സിലാക്കിയത് അന്ന് രേണുവിന് അസുഖം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് അത് കൺഫേം ആയതിനു ശേഷം പിന്നെ രേണു കണ്ടന്റ് എടുക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എടുപ്പിക്കുകയാണ്. ഓരോ ദിവസം രേണുവായിട്ട് തന്നെ ഓരോന്ന് കൊണ്ട് രേണുവിന്റെ ചാനലിൽ ഇടുന്നതിൽ വിഡ്ഢിത്തനങ്ങൾ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ ആ കണ്ടന്റ് എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം തരികയാണ്. ഓക്കെ, ഇപ്പൊ ബിഷപ്പായാലും സന്ദീപിന് എതിരെ പരാതി കൊടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് എങ്ങാണ്ട് പേപ്പറൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് സന്ദീപിനെ അവിടെ ഹാജരാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ. ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പോലീസുകാർക്ക് തന്നെ മടുപ്പായിക്കാണ്. ഓക്കെ, അവർക്ക് ഈ രേണുസുതി കേസുമായി റിലേറ്റ് ചെയ്ത് വിളിപ്പിക്കുക, വരുത്തുക, പോവുക, ഇങ്ങനെയൊക്കെയായി. മറ്റൊരു പയ്യനെ അതുപോലെ വിളിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിപ്പിച്ച് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. ബേസിക്കലി എനിക്കത് യോജിപ്പേ ഇല്ല. എൻ്റെ റീസൺ എന്തുവാടെ ഇത് കാണിക്കുന്നത്? നിങ്ങളൊക്കെ തന്നെയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങളെയൊക്കെ സ്വയം വെള്ള പൂശാനും നമ്മളൊക്കെ വലിയ നന്മമരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പല കഥകളും അടിച്ചിറക്കുന്നു. ഇപ്പം ബിഷപ്പിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ രേണുവിനെ പറ്റിയിട്ടായാലും നല്ലത് പറഞ്ഞാൽ നല്ലത്, മോശം കണ്ടാൽ മോശം എന്നൊക്കെ ഞാൻ പറയും. ഇപ്പൊ ബിഷപ്പിന്റെ ഭാഗത്ത് എനിക്ക് യോജിപ്പില്ലാത്ത കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചുവിനെ വലിച്ചിട്ടതാണ്. അപ്പൊ അതിനുശേഷം ബിഷപ്പ് അവിടെ പോകുന്ന പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ പല കഥകളും ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും തൊടാതെ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെയൊക്കെ ഫുള്ളൊന്ന് വരട്ടെ, കയ്യിൽ വിത്ത് എവിഡൻസ് വന്നിട്ട് സംസാരിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അല്ലാതെ മിണ്ടുന്നില്ല. പിന്നെ സന്ദീപാണ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. പക്ഷെ അത് ആർക്കൊക്കെ കൊള്ളുന്നു? ഞാനാണ് അതെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്ത് കേസും കൊടുത്ത് പോകുന്നുണ്ട്. കോമഡി ആയിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം ഈ പറയുന്ന ആരുടെയും പേര് സന്ദീപ് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. നമുക്ക് ഒരു അരിവ് എന്ന് നോക്കാം എന്തായാലും. അതുപോലെ ഇന്നലെ തങ്കം ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കേട്ടപ്പോൾ സത്യം അവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ വിഷമമുള്ളത് തന്നെയാണ്. എന്ന് വച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം, രേണുവിന്റെ ഫാമിലിയോടും രേണുവിനോടുമാണ്. മണ്ടത്തരം കാണിക്കാതിരിക്കുക. നിങ്ങളെ ഇപ്പോൾ വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ പറയുക. ഓക്കെ, നല്ല കാര്യം. പക്ഷെ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുകയോ
അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വെളുപ്പിക്കുകയോ അവർ പറയുന്നത് കേട്ട് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് നെഗറ്റീവ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ആർക്കും പേഴ്സണലി നിങ്ങളടുത്ത് ഒരു ദേഷ്യമില്ല. പക്ഷെ കാണിക്കുന്ന മണ്ടത്തരങ്ങളും സ്വഭാവങ്ങളും കയ്യിലിരിപ്പും വെച്ചിട്ടാണ് നാട്ടുകാർ അർജാ പുർജ എടുത്തിട്ട് ഊക്കി വിടുന്നത്. ഉള്ള കാര്യം പറയാം. ഓക്കെ, ഇപ്പൊ രേണു ആയാലും രമ്യ ആയാലും നിങ്ങൾ ഇപ്പോൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പബ്ലിക്കിൽ നടക്കുന്ന ഫൈറ്റുകളും അതും ഇതിനെയൊക്കെ പറ്റിയിട്ടും അല്ലെങ്കിൽ ബിഷപ്പിനെ വെളുപ്പിക്കാനുമായിട്ടൊക്കെ ഇറങ്ങി തിരിക്കാതിരിക്കുക എന്നത് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്കെതിരെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങും. മണ്ടത്തരങ്ങൾ കാണിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ഞാൻ ചിലപ്പം മറ്റേ പുറം മറന്ന് എണ്ണ തയ്ക്കുന്ന അവസ്ഥയാവും എൻ്റെ അവസ്ഥ. ഞാൻ അമ്മാതിരി രീതിയിൽ വല്ലതും വിളിച്ചു പറയും. ഞാൻ പൊസിഷൻ പോലും നോക്കാതെ ചിലപ്പോൾ ഞാൻ വല്ലതും വിളിച്ചു പറയും. കാരണം എനിക്ക് യോജിപ്പില്ല. ഇപ്പം ഇരുന്ന് വെള്ളം പൂശുന്ന പലരും പണ്ട് പൂശാൻ എനിക്ക് നല്ലോണം അറിയാം. നല്ല ചാന്തിട്ട് പൂശിയതാണ്. ഓക്കെ, ഞാൻ രേണുവിൻ്റെ ഒരു സ്റ്റോറി വായിക്കാം. രേണു എന്തുകൊണ്ടാണ് ഏറിപ്പോകുന്നത്, നാട്ടുകാരെ എന്തുകൊണ്ടാണ് നിന്നെ വീണ്ടും വീണ്ടും വെറുക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഈ സ്റ്റോറി. എൻ്റെ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതം പൊട്ടിപ്പുറപ്പെട്ട തീരുന്നതേ ഉള്ളൂ എല്ലാം. പൊട്ടിപ്പുറപ്പെട്ടാൽ തീരുന്നതേ ഉള്ളൂ എല്ലാം. അതായത് രേണുവിൻ്റെ ഉള്ളിൽ എന്തോ അഗ്നിപർവ്വതമുണ്ട്, അത് പൊട്ടിപ്പുറപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അത്രയ്ക്ക് എന്തോ വലിയ എക്സ്ക്ലൂസീവ് സാധനം രേണുവിൻ്റെ ഉള്ളിലുണ്ട്. അത് പൊട്ടിത്തെറിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. നിന്റെ ഉള്ളിലെ അഗ്നിപർവ്വതം എന്താണെന്ന് എനിക്കറിയാം. ചിലപ്പം കിച്ചുവും നീയും കൂടിയുള്ള വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരും കിച്ചുവും കൂടിയുള്ള വിഷയമായിരിക്കും. അങ്ങനെ പല വിഷയങ്ങളാവും. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. ഈ കൂടെ വന്നിരുന്നിട്ട് ഈ ചർച്ച ചെയ്യുമല്ലോ, നിന്റെ അടുത്തായാലും നിന്റെ ഫാമിലിയുടെ അടുത്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ചർച്ച ചെയ്യുന്ന മഹാന്മാരായ വ്യക്തികളും മഹതികളായ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിന്നെ വെച്ച് മുതലാക്കുക. അവർക്ക് ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാനും 10 ആളുടെ ഇടയിൽ സംസാരമാകാനും ഒക്കെ ആയിട്ട് അവർ കണ്ടെത്തുന്ന വഴികളാണ്, മുതലെടുപ്പാണ് രേണുസുതി. ഇപ്പം ഞാൻ കണ്ടന്റ് ചെയ്യുന്നു, റീച്ച് ഉണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ ഒക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ എത്തിക്സ് ഞാൻ അവിടെ കാണിക്കും. എനിക്കല്ലാണ്ട് എല്ലാം ഒരു മണി ഫാക്ടർ മാത്രമായി മാറത്തില്ല. കാശ് വേണം, കാശില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ നിന്റെ കൂടെ ഇപ്പം നിന്നുകൊണ്ട് നിന്നെ വെച്ച് മുതലാക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഞാൻ പറയാതെ തന്നെ നിനക്ക് ആരെന്നൊക്കെ അറിയാം. ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. ഈ കൂടെ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് ചർച്ച നടത്തിയിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിച്ചിടുന്നവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടി അല്ല ചെയ്യുന്നത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. അവരവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇടയ്ക്ക് തന്നെ നീ മറ്റേ ഫാനിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അൻഷാദ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻഷാദ് ബാല നിന്റെ സുഹൃത്ത, എന്നിട്ട് നീ വന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്. അപ്പം നിന്നെ വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് ഇവിടെ പലരും എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കുവരെയാണ്. ഓക്കെ, നിന്റെ സിറ്റുവേഷൻ അറിഞ്ഞ് ആരെ അടിപ്പിക്കാതിരിക്കുക. സത്യം പറയല്ല, നിങ്ങളുടെ ഫാമിലിയിൽ ഒറ്റ മനുഷ്യന് വിവരം ബോധം പൊക്കണമില്ല, ഒറ്റ മനുഷ്യനില്ല. അത് പലരും മുതലെടുപ്പ് നടത്തുന്നു എന്നതാണ് മറ്റൊരു സത്യം. എന്ന് നിങ്ങളിതൊക്കെ മനസ്സിലാക്കും, തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിത് ഇത്രയും പറയണം, ഞാൻ പറയാനുള്ള പറയും. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും വിഡ്ഢികളായ ഒരു കുടുംബമോ. സത്യം, നിങ്ങളെ താഴ്ത്തി കെട്ടുന്നതല്ല, പക്ഷെ ഒറ്റ എണ്ണത്തിന് ബോധമില്ല. എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. ആരൊക്കെയോ പറയുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവർ ശ്രമിക്കുന്നത് അവരെ വെളുപ്പിക്കാനും അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനും അവരെ 10 ആൾ അറിയാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്, റീച്ച് ഉണ്ടാക്കാനും ഒക്കെയാണ്. അതിനിടയിൽ പെട്ടുപോവുകയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്ന് എനിക്ക് പറയാനുള്ളൂ. സ്വയം എന്തെങ്കിലും മനസ്സിലാക്കുക. കൂടെ നിൽക്കുന്നവരാരും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരല്ല, അവരുടെ നല്ലതിനും അവരുടെ ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് ഇപ്പം മനസ്സിലാവത്തില്ല. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ വിവരമൊന്നും പറഞ്ഞ സാധനം ഇല്ലാത്തൊരു ഫാമിലിയാണ്. നിങ്ങളെ താഴ്ത്തി കെട്ടുന്നതല്ല. കാരണം സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അവരൊക്കെ പറയുന്നത് കേട്ട് അതുപോലെ തുള്ളും. അവസാനം ഏറിപ്പോവും, മൂഞ്ചും. കൂടെ ആരും നിൽക്കത്തില്ല, കൂടെ ആരും കാണത്തില്ല. രേണുവിന് ഇപ്പം എന്തെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ രമ്യക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പം വന്നിട്ട് ഈ കോൺട്രവേഴ്സിയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാനും ബിഷപ്പിനെ വെളുപ്പിക്കാനുമായിട്ടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന പറയുന്നത് പോലെ അതുപോലെ ചെയ്യുന്നുണ്ടോ? ഒരു സമയത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന നമ്മളടുത്ത് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് മനസ്സിലാക്കുക. കോമൺ സെൻസ്, യൂസ് കോമൺ സെൻസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചോദിക്കുക, നീ വലിയ നന്മാരം കളിക്കണ്ട. ഞാൻ നന്മാരം കളിക്കത്തില്ല, എനിക്ക് ശരിയെന്ന് തോന്നാൻ വിളിച്ചു പറയും. അത് ഭാര്യയും മുഖം നോക്കാതെ വിളിച്ചു പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബാക്കി അടുത്ത് കാണാം. ഇനി നമ്മുടെ അനീഷ് വ്ളോഗിൽ എനിക്ക് ഭയങ്കര ഒരു എന്തു പറയാൻ, യവൻ പെട്ടുപോയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ആ ഒരു ഇതെന്ന് എനിക്കറിയത്തില്ല. അനീഷ് ബിഷപ്പിനോടൊപ്പം നിന്നുകൊണ്ട് രേണുവിനോടൊപ്പം നിൽക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇന്നലെ നാളെ അനീഷ് സത്യാവസ്ഥകളൊക്കെ തിരിച്ചറിയുമ്പോൾ അനീഷ് എന്നെ ചിലപ്പോൾ ചിന്തിക്കും വേണ്ടായിരുന്നു.
ഇപ്പം രേണുവിൻ്റെ കുടുംബത്തോടെ നിൽക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. കാരണം അവർക്ക് വിവരബോധം പൊക്കണമൊന്നുമില്ല, അവർ സപ്പോർട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല നിൻ്റെ അഭിപ്രായം. പക്ഷേ എവിടെയോ എന്തോ ഒരു ഇത് പലരുടെ ലൈവിൽ പോയിട്ട് ബിഷപ്പ് പോകുന്ന ഇക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതെപ്പോഴാ? സാധാരണ അങ്ങനെയല്ലല്ലോ ഒരു ബിഷപ്പ് ഒരാളെ വിളിക്കുന്നത്. എന്തായാലും നോക്കാം. അരീഷിൻ്റെ കമൻറ്റും ബിഷപ്പിൻ്റെ കമൻറ്റും ഞാനൊരു ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. അനീഷ് ചെയ്ത കമൻറ്റാണ് കേട്ടോ. ഇന്ന് കിച്ചുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ഒന്ന് മനസ്സിലാക്കാം, ഇപ്പോൾ രേണു വളരെ സങ്കടത്തിൽ കൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് അവൻ റീലിട്ട് അതായത് രേണു സങ്കടത്തോട് പോകുന്നത് കൊണ്ട് കിച്ചു റീലിട്ട് നടക്കുന്നു എന്നാണ് അനീഷ് ഇവിടെ പറയുന്നത്. എനിക്കതിൽ യോജിപ്പില്ല. അവൻ റീലിട്ട് നടക്കട്ടെ. അവനൊരു സമയത്ത് ട്രോമയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കുട്ടിക്കാലത്ത് അവനെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് രേണുവിന് ഒരു ആവത്ത് വരുമാവും നിൽക്കണമെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ആർക്കുമില്ല. അവന് വേണമെങ്കിൽ അവൻ രേണുവിൻ്റെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ നിൽക്കണ്ട. കാരണം അവൻ്റെ സ്വന്തം അമ്മയൊന്നുമല്ല. ഓക്കെ, അവൻ വേണമെങ്കിൽ അവന് തോന്നുകയാണ് മനസ്സുകൊണ്ട് എനിക്ക് രേണുവിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടമാണ്. അവൻ റീലിടുക ആഡ് ഇടുക എന്താണോ ചെയ്യട്ടെ. അവന് കാശ് കിട്ടണ്ടേ, അവന് ജീവിക്കണ്ടേ. അവന് കാശില്ലാതെ കിടന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നേരത്തെ ഒരു ആഹാരം പോലും കൊടുക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ അവന് സ്വന്തമായിട്ട് നോക്കുക തന്നെ വേണം. അല്ലാതെ അവൻ റീലിടുക ആഡ് ഇടുക എന്താണെന്ന് വെച്ചാൽ അവൻ ഇട്ടുകൊണ്ട് നടക്കട്ടെ. അതിൽ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അതുപോലെ കിച്ചുവിനെതിരെ ബോംബ് പൊട്ടി എന്നുള്ള സെറ്റപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, എന്തമിട്ടായാലും യോജിപ്പില്ല. അവൻ്റെ അറിവില്ലാത്ത പ്രായത്ത് അവനെ വളർത്തു ദോഷം കാരണം അവൻ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് ഇന്ന് വലിയ സംഭവമായിട്ട് അമിട്ടായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മളറിഞ്ഞ് പെരുമാറുക, അതേ ഉള്ളൂ. അവനെ ജീവിക്കാൻ വിടുക. ചെറിയ പയ്യനാണ്, ജീവിക്കാൻ വിടുക. ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. ജീവിക്കാൻ വിടുക, നല്ലതുപോലെ ജീവിക്കട്ടെ. അല്ലാണ്ട് പുറകെ നടന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത് വെറും പോങ്ങത്തനമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവനിവിടെ ആരുടെ നെഞ്ചത്തോട്ട് ഒന്നിനും വരുന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നു. എന്തിനാണ് അവനെ ഇതിൻ്റെയൊക്കെ അകത്ത് വലിച്ചിടുന്നത്? ഓക്കെ, ഇനി വേറെ കമൻ്റ് ഉണ്ട്. ബിഷപ്പ് സത്യമിക്ക, അതെനിക്ക് മനസ്സിലായില്ല. ബിഷപ്പ് അതെന്താ അങ്ങനെ ഒരു കമൻറ്റ്? സത്യമിക്ക സാധാരണ മകനെ അങ്ങനെ ഒരു സെറ്റപ്പിലല്ലേ സംസാരിക്കുന്നത്. സത്യമിക്ക 100% സത്യമാണ് ഇക്ക. അതെ ഇക്ക കാതിരിക്ക. ഇനി നമ്മുടെ റഷീദിക്കയാണോ എന്തോ അങ്ങനെ ബിഷപ്പിന്റെ കമന്റ്സുകൾ. ബിഷപ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ടും രേണുവിനെതിരെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്ന് പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ബിഷപ്പിനെയും ബൂസ്റ്റപ്പ് ചെയ്യിപ്പിച്ച് ഓക്കെ നമ്മളൊക്കെ അന്ന് ജെനുവിനിറ്റി തോന്നി നമ്മളത് ചെയ്തു. ഇന്ന് അവിടെ നിന്നും കൊണ്ട് തിരിച്ചടിക്കുകയാണ്. എന്ത് വരി മനസ്സിലാകത്തോട്ട് ഞാൻ ചോദിക്കുക. ബിഷപ്പിന് പള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലേ? പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടൊക്കെ പോയി അങ്ങനെ ജീവിക്കാനുള്ളൊരു ഒരു ഇതില്ലേ? എന്താണ് ബിഷപ്പ് ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്? സ്നേഹം കൊണ്ട് ചോദിക്കുക, എന്താണ് ഇതിൻ്റെ പിന്നെ രേണു ഈ സൈബർ ഇടം അല്ലെങ്കിൽ ഓൺലൈനിൽ കമൻസ് ഇടുക? എന്തുവാ ബിഷപ്പ്? വേറെ പള്ളിയോ അങ്ങനെ വേലയൊന്നുമില്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. കാണുന്ന സമയത്ത് എനിക്കിന്ന് ചില സമയത്തൊക്കെ ചിരി വരണം. നിങ്ങൾ നമ്മളെക്കാളും ഇതായി പോയല്ലോ. നിങ്ങളൊരു കാര്യം ഒരു ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിരുന്ന് ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. വരുമാനമെങ്കിലും ലഭിക്കും. പള്ളിയൊക്കെ നിർത്ത്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അറസ്റ്റ് ഉടനെ ഉണ്ടാകും. ചുമ്മാ പോലീസുകാർക്ക് ഇപ്പോൾ ഇതല്ലേ പണി, അറസ്റ്റ് ഉടനെ ഉണ്ടാകും. ഓക്കെ, കേസ് കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാകും. നടപടിയൊക്കെ ഉണ്ടാകും. ബിഷപ്പിനെ പോലെയുള്ള ഇത്രയും ഇതിൽ നിൽക്കുന്ന ആൾക്കാർ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പിടിച്ചു വരാനുള്ള എല്ലാ പിടിപാടും ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടയ്ക്കായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കാര്യമാണ്, നടക്കട്ടെ, അടിപൊളി. വളരെ ക്ഷീണാവസ്ഥയിലാണ് രേണു സിസ്റ്റർ. അത് നമുക്കും അറിയാം. രേണു സിസ്റ്റർ ക്ഷീണാവസ്ഥയിലാണെന്ന് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. രേണുവിൻ്റെ ഓരോ വീഡിയോസും വിഡ്ഢിത്തനങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ വിളിച്ച് പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത്. സത്യം പറയല്ല, എനിക്ക് ബേസിക്കലി രേണുവിനെ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റം പറയാൻ ഒരു താല്പര്യമില്ല. പക്ഷെ വിളിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലോട്ട് പോകും. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പക്ഷെ നിങ്ങളൊക്കെ തന്നെയാണ് ഓരോരുത്തർ പോയി കമൻസ് ഇട്ടും മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്ത് മണ്ടത്തരങ്ങൾ കാണിച്ച് ഓരോ കാര്യങ്ങൾ വീണ്ടും ലൈവ് ലൈറ്റിൽ ചർച്ചയ്ക്ക് ഇടുന്നത്. നമ്മളാരും അല്ല. അത് അതിലൊരു നല്ലൊരു പങ്ക് ബിഷപ്പിനുണ്ട്. പിന്നെ അതുപോലെ ബിഷപ്പ് ഇന്നലത്തെ രേണുവിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ബിഷപ്പ് അതിൽ വന്നിരുന്ന് കുറേ സംസാരിക്കുന്നുണ്ട്, രമ്യ കുറേ പറയുന്നുണ്ട്. ഇതെല്ലാം രമ്യയൊക്കെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ, വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് പറയിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, രമ്യയുടെ അടുത്തായാലും രേണുവിൻ്റെ അടുത്തായാലും രേണുവിൻ്റെ ഫാമിലിയുടെ അടുത്തായാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നിങ്ങളുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താണ്ട് വീഡിയോസ് ഇട്ട് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആയിക്കോട്ടെ. അല്ലാണ്ട് വന്നിരുന്നിട്ട് കിച്ചുവിനെ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുക,
ഈ ഒരു സെറ്റപ്പിലോട്ട് പോവാതിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ കേസും കോടതിയായിട്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. ഇനി അതിനും കാശുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങണം. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. രേണുവിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു സെറ്റപ്പിൽ പോവുക. അല്ലാണ്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കാർ ബിഷപ്പിനെ വിളിപ്പിക്കുക, ബിഷപ്പിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അടുത്ത് അങ്ങോട്ട് വിളിപ്പിക്കുക, നല്ലതല്ല രമ്യക്ക് ഒന്നും അറിയാതെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും ഒരു ദേഷ്യമില്ല. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. നിങ്ങളെ കുറച്ച് മുതലെടുക്കുക, അത് മനസ്സിലാക്കി. ഇന്നലെ നാളെ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നും. ഓക്കെ, ഞാനും അനീഷും ഇപ്പോൾ മോശം ആൾക്കാരായിപ്പോയി. ഓക്കെ, നിങ്ങൾ മോശം ആൾക്കാരൊന്നുമല്ല, മോശം ആൾക്കാരാവാതെ ഇരിക്കുക, അങ്ങനെ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ച് ഏറി പോവാതിരിക്കാൻ ശ്രമിക്കുക. ആൾക്കാർ വെറുത്തു, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കാണിക്കുന്നതിന്. ബിഷപ്പ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കിച്ചുവിനെതിരെ നിങ്ങൾ എന്തിനാണ് വന്ന് പറഞ്ഞത്? 10-24 വയസ്സുള്ള ഒരു പയ്യനെതിരെ നിങ്ങൾ വന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ നാട്ടുകാർ മൊത്തം വെറുത്തത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, മര്യാദയ്ക്ക് ന്യൂട്രലായിട്ട് വെക്കൊണ്ടിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ദേഷ്യവും മറന്ന് എല്ലാം മറന്ന് രേണുവിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന ബിഷപ്പ് എന്നാണ് ഞാനും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എന്ന് കിച്ചുവിനെതിരെ പറഞ്ഞ് അന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം നാട്ടുകാർക്ക് മനസ്സിലായി. അതോടെ നാട്ടുകാർ വെറുത്ത്. സത്യം, പരമാർത്ഥം. ഓക്കെ, അടുത്ത അനീഷ്. ഇപ്പോൾ ബിഷപ്പിനെ നാട്ടിക്കാൻ വേണ്ടി ചെയ്യിക്കുന്നതാണ് എനിക്കറിയാം. അതിൽ എന്നെയും പിടിച്ചിട്ട് അതുകൊണ്ടാണ്. എൻ്റെ അനീഷ് ബ്രോ, എവിടെയൊക്കെ നിങ്ങൾക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങളും പോകുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല ഇതുവരെയും. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു സമയത്ത് ഞാൻ പഴയ സമയത്തോട്ട് പോകുന്നില്ല. സമയത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഓക്കെ, അത് അത്രയ്ക്ക് ഉണ്ടായിരുന്നു ആ സമയത്തോട്ട് പോയിട്ടുള്ള. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ തെറ്റെല്ലാം നമ്മളല്ലേ ചെയ്തത്. ഇപ്പോൾ ബിഷപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ പോയി അവരെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിക്കുന്നു. അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് ബിഷപ്പിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. എന്തവസ്ഥ ഇതൊക്കെ, എന്ത് അല്ലേ? ബിഷപ്പേ, കണ്ടിന്യൂ. യു വിൽ ഡു എനിത്തിങ്. നിങ്ങൾക്കൊരു അധികാരമുണ്ട്. എന്താണോ ഏതാണോ. പിന്നെ പല കഥകളും ഞാൻ കേൾക്കുന്നുണ്ട്, പലരും എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തൊടുന്നില്ല. കാരണം അതിന് തെളിവ് സഹിതം എൻ്റെ കയ്യിൽ വന്നാൽ മാത്രമേ ഞാൻ തൊടുത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ കേട്ട് അറിവ് വെച്ചിട്ട് ഞാൻ ഒരു കണ്ടന്റ് അടിക്കാറില്ല. തെളിവ് സഹിതം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തെളിവ് ഞാൻ വച്ചിട്ട് ചിലപ്പോൾ ഞാൻ കൊണ്ട് പറയും. ഓക്കെ, അപ്പോൾ നാളെ സ്റ്റേഷനിൽ വിളിച്ചാലും കോടതിയിൽ വിളിച്ചാലും എനിക്ക് കൊണ്ട് കാണിക്കാൻ തെളിവുണ്ടല്ലോ. ആ സെറ്റപ്പ്. പണ്ട് ബിഷപ്പ് പറഞ്ഞിട്ട് വേറൊരു വ്യാജ ബിഷപ്പിനെ ഞാൻ എക്സ്പോസ് ചെയ്ത് ഓർമ്മയുണ്ടോ? തെളിവ് സഹിതം ബിഷപ്പ് എനിക്ക് അയച്ചു തന്നു. ന്യൂസ് കട്ടിങ്ങും വന്ന ന്യൂസുകളും അതൊക്കെ വെച്ചിട്ട് പണ്ട് ഈ പറയുന്ന രേണു പൊക്കോണ്ടിരുന്ന വേറൊരു സഭയിലൊരു അച്ഛനുണ്ടായിരുന്നു, ഒരു വ്യാജ ബിഷപ്പ്. കള്ളനാണ്. അങ്ങനെ ഒരു ബിഷപ്പ്, ഒരു പള്ളിയിൽ നിന്നും അംഗീകാരം കിട്ടാത്തൊരു ബിഷപ്പിനെ പറ്റിയിട്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിൽ എന്തെങ്കിലും എല്ലാത്തിനും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സഹിതമേ ഞാൻ എക്സ്പോസ് ചെയ്തുള്ളൂ. കയ്യിൽ വെച്ചിട്ട് ബാക്കി കളിക്കും. ഓക്കെ, അത് സെറ്റപ്പ്. അപ്പോൾ ബിഷപ്പേ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ടല്ലോ, അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ സന്ദീപിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സന്ദീപ് അവിടെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, സന്ദീപിനെ മൂക്കി കയറ്റി കളയാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ സന്ദീപിനെതിരെ നിങ്ങൾ പരാതി കൊടുത്ത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരു ചെറുകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആരുടെയും പേര് പറയാതെ ആരുടെയും ഫോട്ടോ വയ്ക്കാണ്ട് തന്നിഷ്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദീപിന് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പലരെയും വിളിച്ച് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നല്ല കാര്യം. ഞാൻ രേണുവിൻ്റെ ഫാമിലി എടുത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, മണ്ടത്തരം കാണിക്കരുത്. കൂടെ നിൽക്കുന്ന എല്ലാവരും അവരവരെ വെളുപ്പിക്കാനും ഹൈപ്പ് കയറ്റാനും വേണ്ടി നിൽക്കുന്നവരാണ്. രേണുവിൻ്റെ ഫാമിലിയും രേണു മനസ്സിലാക്കുക കേട്ടോ. അന്നും ഇന്നും രേണു നന്നായിട്ടിരുന്നപ്പോഴും നിന്റെ കൂടെ നിന്ന് എല്ലാവരും നിന്നെ വെച്ച് മുതലെടുപ്പ് തന്നെയാണ് നടത്തിയത്. അന്ന് കൂടെ നിന്ന എല്ലാവരും ഇന്നും നിന്റെ കൂടെ ഉണ്ടോ? ഒന്ന് ആലോചിക്കും രേണു. അന്ന് കൂടെ കുറേ ആൽബം അഭിനയിക്കാനും കുറേ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നൊരു പട്ടിക്കുഞ്ഞ് നിന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എത്ര പേര്? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഞാൻ അന്നും പറയുമായിരുന്നു, രേണുവിൻ്റെ നെഗറ്റീവ് റീച്ചിൽ നിന്നും റീച്ച് നേടാൻ വേണ്ടിയിട്ട് കുറേ പേര് കൂടെ നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. ഇന്നത് രേണു മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, രമ്യ, നീയും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്ക്. കൂടെ നിൽക്കുന്നവർ മുതലെടുപ്പാൻ നടത്തുന്നത്. അത് ഇന്നലെ നാളെ ഞാൻ പറയുന്ന സത്യമാണെന്ന് കുറേ കഴിയുമ്പോൾ മനസ്സിലാവും. എന്ന് മനസ്സിലാവുന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാവും. എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മുടെ കൂടെ നിൽക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി പല സാഹചര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ അത് ഇരിക്കട്ടെ. രേണു പറയുന്ന കുറച്ച് വാക്കുകൾ. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്,
അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന പറയുമ്പോൾ എന്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനല്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെ പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ, എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി അവരോട് കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ ശ്രമിക്കുക. രേണു കുറച്ചു മുമ്പേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരാഴ്ചയായിട്ട് അവള് ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുടെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും, രേണുവിന്റെ അവസ്ഥയും മനസ്സിലാവും. പക്ഷെ രേണു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രമ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ പറ്റി പറയാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാനും നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഏറി കയറത്തുള്ളൂ. വിവാദം ആ ഒരു സാധനം വിട്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സ്റ്റോറി, ഇതൊക്കെ സംസാരിക്കുക. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്, നാട്ടുകാർ കാണുന്നവർ കാണട്ടെ. അല്ലാതെ വന്നിരുന്നിട്ട് സ്വയം വെളുപ്പിക്കുക, മറ്റുള്ളവരെ കറുപ്പിക്കുക, ഈ പരിപാടി ചെയ്യാതിരിക്കുക. ഇത് ആര് പറഞ്ഞു തന്നിട്ടാണ് കേൾക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ആര് പറഞ്ഞു തന്നാലും നിങ്ങൾ വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ്. എനിക്ക് കണ്ടന്റില്ലേ വേറെ കണ്ടന്റ്, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി ആദ്യം നിൽക്കും. ഇനി നമ്മുടെ റൂഹി ജാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാമേ. Why you're talking like a normal human being? Huh? You don't deserve that anymore. Beginning when you was talking towards Renu, our time ninke manasilayadana. This bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണോ വിചാരിക്കുന്നത്? എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ. And you are not, especially you bishop, you are not holy. Okay? ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ്, ഫ്രം ഹിയർ ടു നെക്സ്റ്റ്, you see how you're moving forward your life. Very soon ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ, ബി റെഡി ഫോർ ദാറ്റ്. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ? ഓക്കെ, അപ്പോൾ റൂഹിജാൻ പറയുന്നത് ബിഷപ്പിനെ എന്തോ എക്സ്പോസ് ചെയ്യും, ബിഷപ്പിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പറയട്ടെ, പറയുമ്പോൾ നമുക്ക് കേൾക്കാം. പറയുമ്പോൾ ബിഷപ്പിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും വെളുക്കാൻ വേണ്ടിയിട്ടും രേണുവിൻ്റെ ചാനലിൽ പിടിച്ചിരുത്താതിരിക്കുക. ഓക്കെ, അതെനിക്ക് പറയാനുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്, നിങ്ങൾക്കും കൂടിയാണ് ആ ചീത്തപ്പേര് കിട്ടുന്നത്. ഷെയർ. അപ്പോൾ റൂഹിജാൻ എന്തോ രണ്ടും കൽപ്പിച്ചാണ് പ്രേതം ഭൂതാത്മാക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സെറ്റപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അവരെന്തെങ്കിലും ആക്കട്ടെ, കാട്ടിക്കൂട്ടട്ടെ. ഇന്നലെ അതുപോലെ രേണുവിൻ്റെ വീഡിയോയിൽ രമ്യ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമ്യക്ക് എന്തിൻ്റെ കേടെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും പറയുന്നത് കേൾക്കാം. പ്രാർത്ഥനയ്ക്ക് തിരുമേനി ഇവിടെ വന്നു, പപ്പ ക്ഷണിച്ച് തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാനും പ്രാർത്ഥനയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്താനും തിരുമേനി ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയിൽ കൂടെയുള്ള ധൈര്യവും പ്രാർത്ഥനയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളവരെയുമാണ്. അത് ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഏതൊരു അവസരത്തിലാണെങ്കിലും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തിരുമേനിയുടെ കൂടെയുള്ളവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ധൈര്യം. അനേകായിരം പേരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം. അദ്ദേഹം ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങും മാനസികമായ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. രേണുവിനെ ആര് ചേർത്ത് പിടിക്കുന്നു, ആരാശ്വസിപ്പിക്കുന്നു, അവരെ എല്ലാം എന്തിനാണ് ഇങ്ങനെ ഈ ചില
ബ്ലോഗേഴ്സ് തെരുഞ്ഞു പിടിച്ചിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാണ് രേണുവിനെ ഇതുപോലെ ദ്രോഹിക്കുന്നു? അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവളെ ചേർത്ത് പിടിക്കുന്നവരെയും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിടാൻ നിങ്ങൾക്ക് ഒരു മനസ്സുമില്ലേ എന്നാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. കാരണം അതുപോലെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാനോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബോധം അവരൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല. അത് മുതലെടുപ്പ് നടത്തുകയാണ് പലരും ചെയ്യുന്നതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് പിടികിട്ടും. ഇതുവരെ നിങ്ങൾ ചിന്തിക്കത്തില്ല. അതുവരെ നിങ്ങൾ വേറൊരു ട്രാക്കോ അവരൊക്കെ പറയുന്നതാണ് സത്യം. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ അവരെ വെളുപ്പിക്കാനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നൊന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കത്തില്ല. കുറച്ചുകൂടി കഴിയും. ഇതിൽ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് പറയുകയാണ്, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഇവിടെ കിടന്ന് കണവണ പരിപാടിയും ചെയ്ത് ഒരുമാതിരി ഇതാവരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം ബിഷപ്പ് ഒരു സമയത്ത് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അന്ന് അതേ ട്രാക്ക് ഇപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട്. എപ്പോഴായാലും നിങ്ങൾ നിങ്ങളെ വിളിപ്പിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയേ നിന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബിഷപ്പിന് ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നപ്പോൾ നിങ്ങളാണ് കിച്ചുവിനെ പോയി ചൊറിഞ്ഞത്. അതോടെ തീർന്നു നിങ്ങളെ കാര്യം. എന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ ഉപദേശിച്ചതാണ്. പിന്നെ നമ്മളെല്ലാം പൊട്ടന്മാരല്ലേ. നമ്മൾ ചാണകമല്ലേ ചവച്ച് തന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കോപ്പ്. ഇനി രേണുവിൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകളിലേക്ക് പോവാം. തങ്കം ചേട്ടനെയൊക്കെ ഒരുപാട് ഞാൻ കളിയാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരച്ഛൻ അല്ലേ, ആ അച്ഛൻ്റെ സ്വന്തം മകളുടെ അവസ്ഥ. പക്ഷേ നിങ്ങളൊക്കെ ചിലപ്പോൾ റിയൽ ലൈഫിൽ പാവമായിരിക്കും, സൈലൻ്റ് ആയിരിക്കും, ഒരുപാട് വേദനകളുള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാരണമാണ് നിങ്ങൾ ഈ അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ തങ്കം ചേട്ടനായാലും അത്ര വെടുപ്പൊന്നും അല്ല എന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങൾ തന്നെ പലിശയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാർഗ്ഗം നിങ്ങൾ ജീവിക്കട്ടെ. ഇങ്ങനെ ഇപ്പം ആൾക്കാർ വാങ്ങാനുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിടാറുണ്ട്. നമുക്ക് എത്തിക്സ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ വിടാതെ ജീവിക്കട്ടെ എങ്ങനെയെങ്കിലും എന്നൊക്കെ വിചാരിക്കും. പലരും വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, തങ്കം ചേട്ടൻ പലിശ വാങ്ങുന്നു, വട്ടിപ്പലിശ വാങ്ങുന്നു, അതും ആരുടെയൊക്കെ പൈസയൊക്കെ എടുത്തുള്ള കളിയാണെന്നൊക്കെ ഇപ്പം കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ പറഞ്ഞ് ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും വരാറില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെയൊക്കെ വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് കൂടെ നിൽക്കുന്നവർ. ഇപ്പം മനസ്സിലാകത്തില്ല, സമയമുണ്ട്, കുറച്ച് കഴിയും. അപ്പം തനിയെ മനസ്സിലാക്കിക്കോളും. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതുപോലെ തന്നെ വീട്ടിലെ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മാത്രമാണ് എല്ലാവർക്കും അറിയാമെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്ത്രീകൾക്കെതിരായിട്ട് പല വീഡിയോകൾ ചെയ്യുകയും അങ്ങനെയൊക്കെ സംസാരിക്കുകയും ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെ അവമാനിക്കത്തക്ക രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും 2-3 വർഷക്കാലമായിട്ട് തന്നെയുള്ളതാണ്. പ്രിയപ്പെട്ട തിരുവേലി ഈ സ്ഥലം പിള്ളേർക്ക് ദാനമായി കൊടുത്തത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനത് ഇപ്പോൾ പൂഴ്ത്തി പറയാനുള്ള കാര്യമൊന്നുമല്ല, എന്നൊക്കെ അതൊന്നും മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ആ സ്ഥലം വീട് വെച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് താമസിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് രണ്ട് കൂട്ടരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. രേണുവിനെ കുറിച്ചും രേണു പറഞ്ഞത് ഇന്നതാണെന്നും തിരുവേലി പറഞ്ഞത് ഇന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഒരു ശത്രുതയോടെ സോഷ്യൽ മീഡിയ വഴിയുള്ള അത് ഞങ്ങൾ വിലക്കെടുത്തിട്ടില്ല. അത് പോയി, അതെല്ലാം പോയി. അപ്പം ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ രേണുവിൻ്റെ മടങ്ങി വരവർക്ക് ഒരു അസുഖം ബാധിച്ച് അതിന് അവർ സൗഖ്യം പ്രാപിച്ച് പഴയ രേണുവായിട്ട് കിട്ടുന്ന അതാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ളതായിരിക്കും. ഞങ്ങൾ ചേർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് തിരുവേലിയിൽ ഒക്കെ ആവശ്യം. അതാണ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയുമ്പോഴും വിളിക്കും അന്നേരം വരും പ്രാർത്ഥിക്കാനായിട്ട്. ഒരു സന്ധിക്ക് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ വന്ന് ഞങ്ങൾ കുടുംബപ്രാർത്ഥനയിൽ സഹകരിക്കുന്നു. എപ്പം വിളിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഇരിക്കുന്നത് ഇതുപോലെ പ്രാർത്ഥനയാണ്. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനയിൽ പറഞ്ഞ ദിവസത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷിക്കുക, ദൈവം നമ്മളെ ജീവിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ, അതിനാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ വലിയ അനുഭവം കൂടെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിലോട്ട് ഇറങ്ങിപ്പോയി ചോദിക്കുകയില്ല. ഞങ്ങൾക്കൊന്നുമില്ല, അത് ഞങ്ങൾക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ആവശ്യം
ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ വിമർശിച്ചില്ല, ഞാൻ പറഞ്ഞല്ലോ, വെറും എല്ലിലൂടെയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ് ഇതെല്ലാം നിർമ്മിച്ചു കൊണ്ടുവന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പ്രശ്നമല്ല. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യം. എല്ലാവർക്കും കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പിന്നെ തിരുമേനിയെ നിങ്ങൾ കഴിഞ്ഞ കാര്യമൊന്നും നോക്കാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. ഞാനൊരു കാര്യം നൈസായിട്ട് പറയാം. ഇപ്പോൾ രേണുവിൻ്റെ ചാനലിലിടുന്ന വീഡിയോസിൽ നിങ്ങൾ കോൺട്രവേഴ്സികളെ പറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം സംസാരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഇരുത്തിയിട്ട് അവർ നല്ലവരാണ്, അവരെപ്പോലെ നന്മവരെ വേറെ ഇല്ല എന്ന് പറഞ്ഞ് വിളിപ്പിച്ചുകൊണ്ടിരിക്കാണ്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വീഡിയോ ഇട്ട് പോവുക. നിങ്ങളുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്ക് ഒരുപാടാണ്, അതാദ്യം മനസ്സിലാക്കുക. കാരണം മണ്ടത്തരങ്ങൾ കാണിച്ചാണ് ഏറിപ്പോകുന്നത്, നാട്ടുകാർ ഇത്രയും വെറുത്തത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പല മുഖംമൂടികളും അഴിഞ്ഞ് വീഴുമ്പോൾ കൂടെ ഞാൻ എത്താം. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.